മാൾട്ടയിലെ എംസിതയിലുള്ള ഈ കാഴ്ച ആദ്യമായി കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ആശ്ചര്യമാണ് ഉണ്ടാവുക. പിന്നെ കണ്ട് കണ്ട് അതൊരു ശീലമാവും. എന്നാൽ ഈ ബോട്ടുകൾക്കിടയിൽ പലതും പല രീതിയിൽ പല രൂപത്തിലുള്ളതാണ്. വളരെ ഭംഗിയുള്ളതും കുറേ പഴയതും ഇതൊക്കെ പഴയ ഒരു ബോട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് ഇതൊരു ആരെ കൊണ്ട് ഉപേക്ഷിച്ചാന്ന് തോന്നുന്നു. ആർക്കും വേണ്ടാത്ത ഒന്നുമില്ലാത്തൊരു ചെറിയ ബോട്ട്. ഇത് എന്തിനാ അത്യാവശ്യം തുഴഞ്ഞു പോകാൻ വേണ്ടി ഉള്ളതായിരിക്കും. ഈ പുറകിൽ കാണുന്ന ഈ MST ഇല്ലേ, അതാണ് ഈ ബോട്ടുകൾക്ക് നമ്പർ. ഇവിടെ മിക്ക ബോട്ടുകൾക്ക് നമുക്ക് അതിൻ്റെ പുറകിൽ നോക്കിയ ഒരു നമ്പർ കാണാം. നമ്മുടെ വണ്ടിയുടെയൊക്കെ രജിസ്ട്രേഷൻ പോലെ ഒരു രജിസ്ട്രേഷനാണിത്. ഇതിനകത്ത് കിടുവായിട്ടൊരു ബോട്ട് ഞാൻ കണ്ട ഇതാണ്. നല്ല ബ്ലാക്കിൽ സൂപ്പർ. അതിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ട സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് പക്കാ ലക്ഷറി ആയിട്ടുള്ളൊരു സാധനം. ആ ഐറ്റം മുതൽ തന്നെ എന്തൊക്കെ സെറ്റപ്പ് ആയത് കാണുമായിരിക്കും അല്ലേ. പക്ഷേ ഒന്ന് ഇരുന്ന് ഓടിക്കാൻ അതിന് വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇരിക്കാനുള്ളൊരു സീറ്റ് പോലും കാണുന്നില്ല. ഇതിൻ്റെ എൻജിൻ കണ്ടോ, 4 എണ്ണമാണുള്ളത്. 4 കേട്ടോ, 2 ഉള്ളൂ. 2 അപ്പുറത്തെ ബോട്ടിൻ്റെ. ഞാനിത് 4 എഞ്ചിനാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പുറത്തെ ബോട്ടിൻ്റെയാണ് 2 കണ്ടോ. ഇത് ഇവിടെ നോക്കുമ്പോൾ എഞ്ചിൻ 4 നേരെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരൊറ്റ ബോട്ടിനാണ് 4 എഞ്ചിനുള്ളത്. അത് സൂപ്പറായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ 2 എഞ്ചിനേ ഉള്ളൂ. ഓൾറൈറ്റ്, ഇതിൽ തന്നെ 2 അധികമായിരിക്കും. കണ്ടോ, പഴയ നമ്മൾ ഈ മീൻ പിടിക്കാനൊക്കെ പോകുന്നത് പോലെയുള്ളൊരു ബോട്ട്. നമ്മുടെ നാട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ഇങ്ങനത്തെ ബോട്ടിലൊക്കെ അല്ലേ. പിന്നെ ഇതിനൊരു വേറെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ബോട്ടുകൾ ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ പിന്നെ ഇതിങ്ങനെ ബോട്ടുകൾ കിട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ മാൾട്ടയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടോ എന്നാൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഈ കാഴ്ച കണ്ടേന്ന്? അന്ന് ഇങ്ങനെ ഒരു പട്ടിക്കുട്ടി ഇവിടെ കണ്ടിട്ടുണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഇതിന് താടിയും മുടിയൊക്കെ ഒന്നും മുറിക്കാൻ വേണ്ടി ആരും ഇല്ലേ? ഗ്രൂമൊക്കെ ചെയ്ത് നിർത്തി ചിലപ്പോൾ സൂപ്പറായിരിക്കും അല്ലേ. എന്തായാലും കൊള്ളാം. അവർ ഫാമിലി ആയിട്ട് ബോട്ടിനകത്തുണ്ട്. അതുകൊണ്ട് പട്ടി പുറത്തിറങ്ങി വന്ന് നമ്മൾ നോക്കിയിട്ട് കുറച്ച് അത് തന്നെ പോയി. ഈ ബോട്ടുകളെല്ലാം മറ്റൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ നാട്ടിലുള്ള പോലെ ഒന്നുമല്ല. ഇത് മിക്കവാറും എല്ലാം ഈ പായ്ക്കപ്പൽ ടൈപ്പിലുള്ളതാണ്. അതായത് മറ്റേ ഈ നല്ല നീളത്തിൽ കമ്പ് കെട്ടിയിട്ട് അതിനകത്ത് പിന്നെ ഷീറ്റ് വലിച്ച് കെട്ടി അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് ബോട്ടുകളാണ് ഇതിൽ മിക്ക എണ്ണങ്ങളും. കാരണം കാറ്റിൻ്റെ ദിശ അനുസരിച്ച് പോകാൻ ഇവിടെ സാധിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. അല്ലാത്ത ഉണ്ട് കേട്ടോ. ഇവിടെ സോളാറിലൊക്കെ പ്രവർത്തിക്കും. സോളാറൊക്കെ മുകളിൽ സെറ്റ് ചെയ്ത് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന ഒരുപാട് ബോട്ടുകളുണ്ട്. ആ സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ അടക്കം ഈ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ 2 കിലോമീറ്റർ ചുറ്റളവിൽ വരുമ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യണം തോന്നി, നിങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറയണം തോന്നി, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അതിനകത്ത്. ശരി അപ്പോൾ.